ഹലോ. ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 15-20 ദിവസമാകുന്നു. ഞാൻ അതിനുശേഷം ഇതുവരെയും ത്രെഡ് ചെയ്തിട്ടില്ല. ബിക്കോസ് ഇവിടെ നല്ല എക്സ്ട്രാസ് കാര്യങ്ങളൊക്കെ ആയി. ഇവിടെ ചെയ്യാനുള്ള കാശില്ല. അപ്പം ഏഹ് ഇവിടെ ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 5 യൂറോ കൊടുക്കണം. അതായത് നാട്ടിലൊരു 500 രൂപ മേളിൽ കൊടുക്കണം. അപ്പം ഞാൻ വെച്ചാൽ സ്വന്തമായിട്ട് അങ്ങ് ചെയ്യാം, എന്തിനാ വെറുതെ. അതുപോലെ നാട്ടിൽ എനിക്ക് ത്രെഡ് ചെയ്യുന്ന സിജിയ. അപ്പം എനിക്ക് അവളുടെ അത്രയും വേറെ ആരുമായിട്ടും കംഫർട്ടബിൾ അല്ല ചെയ്യാനായിട്ട്. അപ്പം സ്വന്തമായിട്ട് ചെയ്യാം. പിന്നെ ഇവിടെ എങ്ങാനും വല്ല തിന്നാക്കുമോ എന്നുള്ള പേടി കാരണമാണ് ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നത്. ഞാൻ ബ്ലേഡ് ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങോട്ട് ബ്ലേഡ് എനിക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. ഞാൻ ബ്ലേഡ് അല്ല ഇട്ടിരുന്നത്, നമ്മുടെ ഹാൻഡ് ബാഗിലായിരുന്നു. അപ്പം അതവരെടുത്ത് മാറ്റിച്ചു, കളയിച്ചു. അത് കാരണം ഞാനിവിടെ വന്ന് കുറേ കടകളിൽ തപ്പി നടന്നിട്ടാണ് എനിക്ക് ബ്ലേഡ് കിട്ടിയത്. സോ ഇതെങ്ങനെ ത്രെഡ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം. ഐബ്രോസിൻ്റെ അവിടുത്തെ സ്കിന്ന് നമ്മൾ മുകളിലേക്ക് നന്നായിട്ട് ആദ്യം ടൈറ്റ് ചെയ്ത് പിടിക്കണം. എന്നിട്ട് ബ്ലേഡ് വെച്ച് ചെറിയ രീതിയിൽ അതിങ്ങനെ താഴേക്ക് കൊണ്ടുവന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് വേണ്ടുന്ന രീതിയിൽ അതിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. തിന്നാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കട്ടി കുറച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. കണ്ടോ, ഇത്ര ഹെയർ ഉണ്ടായിരുന്നു, നല്ല ഹെയറി ആയിരുന്നു. എന്നിട്ട് താഴത്തത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇതാക്കി കൊടുക്കണം. പിന്നെ നമുക്ക് ഫോർഹെഡ് എടുക്കേണ്ടവരാണെങ്കിൽ മേളിൽ നിന്ന് എടുക്കണം, അല്ലെങ്കിൽ താഴെ നിന്ന് കുറച്ച് ഇതാക്കിയാലും മതിയാവും. എന്നിട്ട് അടുത്ത ഐബ്രോസും അതേ സെയിം തന്നെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ആ ഹെയർ പോകുന്നത് നമുക്ക് നല്ല വിസിബിളായിട്ട് കാണാൻ പറ്റും. കുറച്ച് നല്ല ക്ലിയർ ആയിട്ടുള്ള വ്യൂ വേണമെങ്കിൽ ഒരു മിറർ എടുത്ത് വെച്ചിട്ട് നോക്കാം. ഇതിവിടുന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം എടുക്കാനായിട്ട്. ഇതിപ്പോൾ ബ്ലേഡ് അല്ലെങ്കിൽ ഫേഷ്യൽ റൈസർ യൂസ് ചെയ്തിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ബ്ലേഡ് ആയതുകൊണ്ട് ഞാൻ ബ്ലേഡ് എടുത്തേ ഉള്ളൂ. ഓക്കെ, ഇതേ അങ്ങനെ ഏകദേശം ഞാൻ എല്ലാം ക്ലിയർ ചെയ്തു. സാധാരണ എല്ലാവർക്കും ഐബ്രോസ് കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം. ഞാൻ പക്ഷെ അങ്ങനെ കട്ട് ചെയ്യാറില്ല. എനിക്ക് അങ്ങനെ കട്ട് ചെയ്യുന്ന ഇഷ്ടമില്ല. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഏതെങ്കിലും ഒരു ഇട്ട് കൊടുക്കുക. ബിക്കോസ് നീറ്റലോ കാര്യങ്ങളോ അലർജി പോലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ദിസ് ഇസ് മൈ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? അപ്പോൾ കാശൊന്നും ഇല്ലാണ്ടിരിക്കുന്നവർക്ക് ഇങ്ങനെയും ചെയ്യാം.